10ാമത്തെ ലിവർ സിസ്റ്റമൈസേഷൻ, ഓൾസോ നോൺ ആസ് ഫൈൻഡ് യുവർ വേ. വാട്ട് ഈസ് സിസ്റ്റമൈസേഷൻ? ഫൈൻഡ് യുവർ വേ. ഫൈൻഡിങ് യുവർ വേ, നമ്മളുടെ വഴി കണ്ടെത്തുക. എങ്ങനെയാണ് ഈ ബിസിനസ് റൺ ചെയ്യുന്നത്, അതിൻ്റെ വഴി കണ്ടെത്തുക. സിസ്റ്റമൈസേഷൻ. നമ്മുടെ ബിസിനസ്സിൽ എങ്ങനെ ആ പ്രോസസ്സ് സെറ്റ് ചെയ്യണം. ഏതൊരു സക്സസ്ഫുൾ ഓർഗനൈസേഷന്റെ പിന്നിലുള്ള സീക്രട്ട്, ദ സീക്രട്ട് ബിഹൈൻഡ് എ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് കൺസിസ്റ്റൻസി. എൻ്റെ അടുത്ത് എൻ്റെ വിജയത്തിന്റെ രഹസ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറയുന്നത് ഈ വാക്കായിരിക്കും, കൺസിസ്റ്റൻസി. ഏതൊരു ബിസിനസ് വിജയിക്കണമോ, ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു കൺസിസ്റ്റന്റ്ലി പ്രൊവൈഡ് ദ സെയിം റിസൾട്ട്. കൺസിസ്റ്റൻസി ഇൻ വർക്ക്. ഈ കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. കൺസിസ്റ്റൻസി അലൗസ് യു ടു സ്കെയിൽ യുവർ ബിസിനസ്. നമ്മുടെ സെയിൽസ് ആക്ടിവിറ്റീസ് ഇത് കൺസിസ്റ്റന്റ് ആയി റിപ്പീറ്റ് ചെയ്താൽ സെയിം റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഓപ്പറേഷൻസ് റിപ്പീറ്റ് ചെയ്താൽ സെയിം റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ HR പ്രോസസ് റിപ്പീറ്റ് ചെയ്താൽ സെയിം റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എങ്കിൽ, ദാറ്റ് കൺസിസ്റ്റൻസി വിൽ ഹെൽപ്പ് യു ടു സ്കെയിൽ യുവർ ബിസിനസ്. വാട്ട് ഈസ് സ്കെയിൽ അപ്പ്? കൺസിസ്റ്റൻസി. ഒരു കാര്യവും കൺസിസ്റ്റന്റ് ആകാത്തടത്തോളം നമുക്കതിനെ ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞില്ലേ, ബ്യൂട്ടിഫിക്കേഷൻ, ഒപ്റ്റിമൈസേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ, യൂട്ടിലൈസേഷൻ ഒക്കെ. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഹാരിസിക്ക് എന്ത് വേണം? അതിനെ ഫൈൻ ട്യൂൺ ചെയ്യണമെങ്കിൽ ആ ചെയ്യുന്ന കാര്യം കൺസിസ്റ്റന്റ് ആയിരിക്കണം. കൺസിസ്റ്റൻസി മീൻസ് സ്ട്രെങ്തനിങ് യുവർ കോർ പ്രോസസ്. എഴുതിക്കോ, സ്ട്രെങ്തനിങ് യുവർ കോർ പ്രോസസ്. അപ്പോ നമ്മളുടെ ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ദിസ് ഈസ് അവർ ബിസിനസ്. ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവും. നമുക്ക് സെയിൽസ് പ്രോസസ് ഉണ്ടാവും, HR പ്രോസസ് ഉണ്ടാവും, അക്കൗണ്ട്സിന്റെ പ്രോസസ് ഉണ്ടാവും, പേയ്മെന്റിന്റെ പ്രോസസ് ഉണ്ടാവും, ഡെലിവറിയുടെ പ്രോസസ് ഉണ്ടാവും, കസ്റ്റമർ റിറ്റൻഷന്റെ പ്രോസസ് ഉണ്ടാവും. പല 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 100 കണക്കിന് പ്രോസസ്സുകൾ നമ്മുടെ ബിസിനസിന്റെ അകത്തുണ്ടാവും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം യു ഹാവ് ടു ഐഡന്റിഫൈ യുവർ കോർ പ്രോസസ്. സിസ്റ്റം സെറ്റ് ചെയ്യണേ, ആദ്യം എന്ത് ചെയ്യണം? കോർ പ്രോസസ്സുകൾ എന്തൊക്കെ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കോർ പ്രോസസ് എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ ഡിസൈൻ ടീമാണ്. അതായത് നമ്മളുടെ വീഡിയോ എഡിറ്റിംഗ്, നമ്മുടെ സ്ലൈഡ് എഡിറ്റിംഗ്, ഈ ഡിസൈൻ പാർട്ട് ഈസ് എ കോർ തിങ് ഇൻ മൈ ബിസിനസ്. ഇതില്ലാതെ എൻ്റെ ബിസിനസ് ഇല്ല. ദെൻ കംസ് എൻ്റെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ കംസ് എൻ്റെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ കംസ് എൻ്റെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. ദെൻ കംസ് എൻ്റെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. അതായത് നിങ്ങൾക്ക് ഈ പേയ്മെന്റ് തരുന്ന എന്തിനാണോ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന എൻ്റെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ്. എൻ്റെ ബിസിനസിൻ്റെ അകത്ത് 100 വലിയ പ്രോസസ്സുകളും ചെറിയ പ്രോസസ്സുകളും ഉണ്ട്. പക്ഷേ 1 ഡിസൈൻ, 2 സെയിൽസ്, 3 മാർക്കറ്റിംഗ്, 4 അക്കൗണ്ട്സ്, 5 ഓപ്പറേഷൻസ്. ഈ 5 പ്രോസസ്സുകളാണ് എൻ്റെ ബിസിനസ്സിലെ കോർ പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. ഇനി ഇതുകൂടാതെ ഇവന്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് വേറെയുണ്ട്, എൻ്റെ ട്രാവൽ ആൻഡ് അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് വേറെയുണ്ട്, ഓഫീസിലെ സ്റ്റാഫിനെ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതൊന്നും എൻ്റെ കോർ പ്രോസസ് അല്ല. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഐഡന്റിഫൈ യുവർ കോർ പ്രോസസ്. കോർ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിൻ്റെ അകത്ത് മാക്സിമം 7 പ്രോസസ്സ് വരെ ഉണ്ടാകാവൂ. എൻ്റെ അകത്ത് 5 എണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് ഓടും. ബാക്കിയുള്ളതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഈ കാര്യം 100 ഉടയ്ക്കാൻ എനിക്ക് പറ്റണം. ഇതാണ് എൻ്റെ കോർ പ്രോസസ്സുകൾ. എൻ്റെ ചോദ്യം, നിങ്ങളുടെ കോർ പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് എഴുതിക്കോ. നിങ്ങളുടെ ബിസിനസ്സിൽ ഇതില്ലാതെ, ഈ പ്രോസസ് ഇല്ലാതെ നിങ്ങളുടെ ബിസിനസ് ഇല്ല.
അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാക്സിമം 7 വരെ വരവുള്ളൂ. മിനിമം 3 വേണം, മാക്സിമം 7 എഴുതിയോ. ഇതാണ് നമ്മുടെ ബിസിനസിന്റെ മേജർ ആക്ടിവിറ്റി. നിങ്ങളുടേത് ഏതൊക്കെ? വൺസ് ഈ കോർ പ്രോസസ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ കോർ പ്രോസസ്സുകളുടെ അകത്ത് ഓരോ കാര്യങ്ങളും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. എണ്ണയിട്ട യന്ത്രം പോലെ ഈ കോർ പ്രോസസ്സിനെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റണം. എൻ്റെ ബിസിനസ്സിൽ സിസ്റ്റം കൊണ്ടുവരാൻ പറ്റില്ല. ശ്രദ്ധിച്ച് കേൾക്കന്നെ. ഇതാണ് നമ്മുടെ എൻ്റെ ബിസിനസ്. 80% കാര്യങ്ങളിൽ സിസ്റ്റം കൊണ്ടുവരരുത്. ശ്രദ്ധിച്ച് കേട്ടോണം. നമ്മളുടെ ബിസിനസിനെ സക്സസ്ഫുൾ ആക്കുന്നത് ഒരു 20% കോർ ആക്ടിവിറ്റീസ് ആണ്. 20% കോർ ആക്ടിവിറ്റീസിൽ നിന്നാണ് 80% റവന്യൂ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഡിസൈൻ, എൻ്റെ മാർക്കറ്റിംഗ്, എൻ്റെ സെയിൽസ്, എൻ്റെ അക്കൗണ്ട്സ്, എൻ്റെ ഓപ്പറേഷൻ, ഇതിൽ ഈ 20% ആക്ടിവിറ്റിയിൽ നിന്നാണ് എൻ്റെ 80% എൻ്റെ പ്രോഫിറ്റും റവന്യൂവും ബിസിനസ്സും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്യേണ്ടത് എന്താ? ഈ 20% കോർ പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക, ഇതിൻ്റെ അകത്ത് സിസ്റ്റം കൊണ്ടുവരിക. Don't try to make system in 100% process of your company. ഇവിടെയാണ് നമുക്ക് തെറ്റുന്നത്, ഇവിടെയാണ് നമുക്ക് ബോറടിക്കുന്നത്, ഇവിടെയാണ് നമുക്ക് രണ്ടറ്റം നമ്മൾ കൂട്ടിമുട്ടാത്തത്. അതേസമയം കോർ പ്രോസസ്സുകൾ കണ്ടെത്തി ഇതിൽ മാത്രം സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ, SOP സെറ്റ് ചെയ്യുകയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൊണ്ടുവരികയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ. ഈ പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതായിരിക്കും, വിട്ടേക്കുക. ബട്ട് ഈ കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഇന്റേണലി തന്നെ കാര്യങ്ങൾ നടക്കണം. നമ്മളുടെ ബിസിനസ് റൺ ചെയ്യാൻ കാരണമായിട്ടുള്ള കോർ 80% കാര്യങ്ങൾ കണ്ടെത്തുക, അതിൻ്റെ അകത്ത് സിസ്റ്റം കൊണ്ടുവരിക. ഇതിൻ്റെ അകത്ത് ഡു ഓവേഴ്സിന്റെ എണ്ണം കുറയ്ക്കുക. ഇതിൽ ഡു ഓവർ വന്നാൽ വീണ്ടും ഒരേ കാര്യം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ കോസ്റ്റ് യു മണി, it will cost you time, it will cost you efficiency, and it will reduce your control over business. നമ്മുടെ സമയം നഷ്ടം, നമ്മുടെ എനർജി നഷ്ടം, നമ്മളുടെ പണം നഷ്ടം, നമ്മുടെ എഫിഷ്യൻസി കുറയും. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കൺട്രോൾ ഇല്ലാതായി പോകും. അതേസമയം ഈ 20% കോർ കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലേക്ക് വന്നാൽ നോക്കണ്ട, പിന്നെ നോക്കുക വേണ്ട. എൻ്റെ ക്ലാസ് കഴിയുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ ലൈവ് ഷൂട്ട് നടക്കുന്നു, അവിടെ തന്നെ ഇരുന്നിട്ട് സ്പോട്ട് എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലുകളിലൊക്കെ ലൈവ് ന്യൂസ് പോത്തില്ലേ, അതിൽ ബ്രേക്കിംഗ് ന്യൂസ് അത് ഇതൊക്കെ, അവിടെ സ്പോട്ട് എഡിറ്റ് ചെയ്യുന്ന പിള്ളേരെയാണ് ഞാൻ ഹയർ ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് അത്രയും ഫാസ്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ബ്രെയിനുകളെ എനിക്ക് വേണ്ടത്. എൻ്റെ ഡിസൈൻ ടീമിൻ്റെ അകത്തിരിക്കുന്ന മുഴുവൻ പേരും മീഡിയയിൽ ലൈവ് സ്പോട്ട് എഡിറ്റ് ചെയ്ത പിള്ളേരാണ്. അതിന്റെ ഗുണം എന്താ? ലൈവാണ്, ഇൻസ്റ്റന്റ് ആണ്. ഇവന്മാർക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല, അടുത്ത എന്ത് വിഷ്വലാണ് കാണിക്കേണ്ടത്. ആ സമയത്ത് ഇവന്മാർ ഇവിടുന്ന് ലൈവ് എഡിറ്റ് ചെയ്യുന്ന ആ എഫിഷ്യൻസി ഉള്ളവരാണ് എൻ്റെ ടീം. ആ ടീമിന്റെ അകത്തേക്ക് എൻ്റെ ക്ലാസ് കഴിയുന്നു, ഇൻസ്റ്റന്റ് ആയിട്ട് അവന്മാർ ഓൺ സ്പോട്ട് അവരെന്ത് ചെയ്യുന്നു, ഇതിനെ എഡിറ്റ് ചെയ്യുന്നു. ഈ സാധനത്തിനെ അതിൻ്റെ അകത്തുനിന്ന് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും കോറായിട്ടുള്ള സാധനങ്ങൾ റീൽസിലേക്ക് പോകുന്നു. അതിൽ നിന്ന് ബാക്കി വേറെ കുറെ സാധനങ്ങൾ മെയിൻ കോണ്ടന്റ് ആയിട്ട് പോകുന്നു. ഇത്രയും സാധനങ്ങൾ എൻ്റെ ഡിസൈൻ ടീമിൻ്റെ അകത്തെ ഒരു കോർ പ്രോസസ്സ് വീഡിയോയുടെ. ഇതേപോലെ തന്നെ കിങ്സ് ക്ലബിന്റെ കിങ് മേക്കേഴ്സിന്റെ നെക്സ്റ്റ് ഡേയിലേക്ക് വേണ്ട സ്ലൈഡുകൾ ഇത് ഡിസൈൻ ചെയ്ത് ഇത് പുറത്തേക്ക് വരുന്നു. ഇത് മാർക്കറ്റിംഗ് ടീമിന്റെ കയ്യിലേക്ക് പോകുന്നു. ഈ നടക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഡിസൈൻ ടീമിന്റെ അകത്ത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന SOP. ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ, ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല. വിച്ച് മീൻസ് 2023 ശേഷം ഡിസൈൻ ടീമിന്റെ ഒരു മീറ്റിങ്ങിലും ഇതുവരെ ഞാൻ ഇരുന്നിട്ടില്ല. 23, 24, 25 3 വർഷമാകുന്നു എൻ്റെ ഡിസൈൻ ടീമിന്റെ ഒരു ടീം മീറ്റിങ്ങിലും ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ അവർക്കൊരു ഗൈഡൻസ് കൊടുത്തിട്ടില്ല. ഞാൻ അവരുടെ വർക്കിൽ ഇൻവോൾവ് ആയിട്ടില്ല. കാരണം ഐ ഹാവ് സെറ്റ് മൈ പ്രോസസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് എന്താണ്? എൻ്റെ 20% വരുന്ന കോർ പ്രോസസ്സിന്റെ അകത്ത് വരുന്നതാണ്. ഇതുപോലെ തന്നെ ഇത് മാർക്കറ്റിംഗ് ടീമിന്റെ കയ്യിലേക്ക് കിട്ടുന്നു. മാർക്കറ്റിംഗ് ടീമിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഗ്രൂപ്പുകൾ, എൻ്റെ വെബ്സൈറ്റ്, യൂട്യൂബ്, ഇതിൻ്റെ അകത്തേക്ക് ഇത് പബ്ലിഷ് ആവണം.
അതിൻ്റെ അകത്ത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലുള്ള സാധനത്തിൻ്റെ അകത്ത് ഇത് ഓരോ ദിവസം ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട്. ആ ബഡ്ജറ്റിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റ് ഓഡിയൻസിലേക്ക് ഇതിനെ ബ്രാൻഡ് ചെയ്യണം അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യണം. ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ മൈ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രോസസ്. പ്രോഗ്രാം അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ വീഡിയോസ് ഇന്ന ഓഡിയൻസിനെ കാണിക്കണം. മിനിമം ഇത്ര ലീഡ്സ്, ക്വാളിറ്റി ലീഡ്സ് ഒരു ദിവസം എടുത്തിരിക്കണം. അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസ് വേണം? SOP ഇൻ മാർക്കറ്റിംഗ്. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ എൻക്വയറീസ് പല രീതിയിൽ വരുന്നുണ്ട്. ഈ വരുന്നതിനെ എങ്ങനെയൊക്കെ അവർ അപ്രോച്ച് ചെയ്യണം, അവിടെ എന്ത് സ്ക്രിപ്റ്റ് ആണ് അവർ പറയേണ്ടത്, അവിടെ എങ്ങനെയാണ് പേയ്മെന്റ് കളക്ട് ചെയ്യേണ്ടത്, പേയ്മെന്റ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യണം? നേരെ പോകുന്നത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്. പേയ്മെന്റ് റിസീവ് ആയെന്ന് ഉറപ്പുവരുത്തുന്നു. അവർക്ക് വേണ്ട എന്തൊക്കെയാണോ കൊടുക്കേണ്ടത്, പേയ്മെന്റ് കിട്ടി എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഓക്കെ കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഡേയിലെ കിങ്സ് ക്ലബിന്റെ ക്ലാസ് അവർക്ക് കൊടുക്കാം, 1 ഡേ പ്രോഗ്രാമിലേക്കുള്ള എൻട്രി കൊടുക്കാം. അവർക്ക് ഇന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അവർക്ക് കൊടുക്കേണ്ടത്, ഇത് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അപ്രൂവലോടുകൂടി ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിരിക്കും. ഇത്രയുള്ള എൻ്റെ കോർ ബിസിനസ്. ഈ ബിസിനസ്സിൽ ഞാൻ ഇടപെട്ടിട്ട് സെയിൽസ് ടീമിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ഒരു 6 മാസം മുന്നേ ഒരു തവണ ഒന്ന് ഇടപെടേണ്ടി വന്നു. ഈ പ്രോഗ്രാം നടക്കാൻ പോകുന്നു. 250 പേര് കൊച്ചിയിലും 150 പേര് ദുബൈയിലും വരുന്നു. ഒരു ദിവസം പോലും സെയിൽസ് ടീമുമായിട്ടോ മാർക്കറ്റിംഗ് ടീമുമായിട്ടോ അക്കൗണ്ട്സ് ടീമുമായിട്ടോ ഡിസൈൻ ടീമുമായിട്ടോ ഞാൻ മീറ്റിംഗിൽ ഇരുന്നിട്ടില്ല. എൻ്റെ 1 മിനിറ്റ് പോലും ഈ 400 പേരെ 1 ഡേ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ എൻ്റെ 1 മിനിറ്റ് പോലും, എൻ്റെ ആ പ്രൊമോഷൻ വീഡിയോസ്, അത് ഞാൻ ബ്രാൻഡ് ആയതുകൊണ്ടാണ്. എൻ്റെ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു 4-5 വീഡിയോസ് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തായിരുന്നു. ആ 1 മണിക്കൂറോ അരമണിക്കൂറോ മറ്റോ അല്ലാതെ ഈ പ്രോഗ്രാമിന് വേണ്ടി 1 മിനിറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം എന്താ? എൻ്റെ കോർ ബിസിനസിൻ്റെ അകത്ത് SOP സെറ്റ് ചെയ്തു. ആ SOPയിൽ കേപ്പബിൾ ആയിട്ടുള്ളവരെ, റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് സീറ്റ്. ഏതെങ്കിലും പൊട്ടനെ പിടിച്ചല്ല ഈ സിസ്റ്റം ഏൽപ്പിച്ചത്, റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് സീറ്റ് എൻ്റെ കോർ പ്രോസസ് റൺ ചെയ്യാൻ. എൻ്റെ ട്രാവൽ കാര്യങ്ങൾ നോക്കുന്നത് ആരിഫാണ്. ആരിഫിന്റെ ഓഫീസിൽ ഇരിക്കുന്ന ജസീലാണ്. ജസീലിനെ എനിക്ക് അറിയത്തു പോലുമില്ല. ജസീൽ എങ്ങനെ എൻ്റെ ടിക്കറ്റ് എടുക്കുക? ഇപ്പൊ എനിക്ക് തിങ്കളാഴ്ചയായിരുന്നു നാട്ടിലേക്കുള്ള ടിക്കറ്റ്, അത് ഇന്നത്തേക്ക് എനിക്ക് പ്രീപോൺ ചെയ്യണമായിരുന്നു. ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇടുന്നു. അപ്പം ആരാണ് ഈ ജസീൽ എന്ന് പോലും എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് അതൊന്നും എൻ്റെ കോർ പ്രോസസ് ആക്കിക്കൊണ്ട്? അതൊന്നും എൻ്റെ കോർ ബിസിനസ് അല്ല. സോ എനിക്ക് ട്രാവൽ ഡെസ്കിന്റെ ആവശ്യമില്ല എൻ്റെ ഓഫീസിൽ. ഞാനത് ആരിഫിനെ ഏൽപ്പിച്ചു. വൈ ഐ സെലക്ടഡ് ആരിഫ്? ആരിഫിന്റെ കോർ പ്രോസസ്സിൽ പെട്ടതാണ് എൻ്റെ ട്രാവൽ എന്ന് പറയുന്നത്. ആൻഡ് ഐ എൻഷുർ ദാറ്റ് ആരിഫ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രം അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആരിഫ്, മാപ്പ് ഷോർ ട്രാവൽസ്. ഞാൻ പിന്നെ എന്തിന് വേറെ ബുക്കിങ്ങിന് നോക്കണം? വേറെ എൻ്റെ ബിസിനസ്സിലെ സിസ്റ്റമായിട്ട് എന്തിനതിനെ ക്ലബ് ചെയ്യണം? ബുധനാഴ്ച ഇവന്റ് നടക്കാൻ പോകുന്നു കൊച്ചിയിൽ, ഇവിടെ ദുബൈ നടക്കാൻ പോകുന്നു. അൻവറിനെ ഏൽപ്പിച്ചിരിക്കുക. ഞാൻ എന്തിനതിൽ ഇടപെടണം? ഇതൊന്നും എൻ്റെ കോർ ബിസിനസ് അല്ല. അവിടെ സ്റ്റേജ് സെറ്റ് ചെയ്യുന്നതോ മൈക്ക് വെക്കുന്നതോ ലൈറ്റ് ഇടുന്നതോ ഇതൊന്നും, ക്യാമറ വെക്കുന്നു, ഇതൊന്നും എൻ്റെ കോർ ബിസിനസ് അല്ല. ദെൻ വൈ ഷുഡ് ഐ ഇന്റർഫിയർ ഇൻ ദാറ്റ്? ഞാൻ നേരിട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് 50,000 രൂപ ലാഭിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ 50 ലാഭിക്കുന്ന സമയത്ത് എൻ്റെ കോർ ബിസിനസ്സിൽ ഞാൻ ഫോക്കസ് ചെയ്താൽ 50 ലക്ഷം എനിക്ക് ഉണ്ടാക്കാൻ. ഈ കൊച്ചിയിലും ദുബൈയിലും ഇടേണ്ട കോസ്റ്റ്യൂം അബ്ബാസിനെ ഏൽപ്പിച്ചിരിക്കുക, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വികാസേട്ടനെ ഏൽപ്പിച്ചിരിക്കുക. എനിക്കറിയില്ല അവരെന്താ ബുധനാഴ്ച ഇടാൻ കൊണ്ടുവരുന്നത്. എനിക്ക് ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളതേ അവർ കൊണ്ടുവരൂ. അവരെന്റെ മേക്കപ്പുമായിട്ടേ വരൂ. അവരെനിക്ക് ഷേവ് ചെയ്യാനുള്ളതും മുടി വെട്ടാനുള്ളതുമായിട്ടേ അവർ വരൂ. വൈ ഷുഡ് ഐ മേക്ക് എ സിസ്റ്റം ഇൻസൈഡ് മൈ ബിസിനസ്? ഇറ്റ് ഈസ് നോട്ട് മൈ കോർ ബിസിനസ്. എന്റെ സൗന്ദര്യം കാണാനോ എന്റെ ഡ്രസ്സിന്റെ ക്വാളിറ്റി നോക്കാനോ അല്ല നിങ്ങൾ ആരും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. ആ സമയം കൂടെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ കോർ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം. എന്റെ കോർ ബിസിനസ്സിൽ ഒന്നാണ് എന്റെ ലേണിംഗ് ടൈം. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അസറ്റ്. ഫൗണ്ടറുടെ ടൈമാണ്, ഫൗണ്ടറുടെ ബ്രെയിൻ ആണ് ഏറ്റവും കൂടുതൽ ഫ്രീ സ്പേസ് വേണ്ട സ്ഥലം. അതിൽ ഡു ഓവേഴ്സ് വരരുത്. ഈ പറഞ്ഞ കോർ പ്രോസസ്സിൽ ഡു ഓവേഴ്സ് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഈ പറഞ്ഞ എല്ലാ പ്രോസസ്സും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഓരോ കാര്യത്തിൻ്റെ അകത്ത്. അപ്പം ഒന്നാമത്തെ എഴുതിയല്ലോ, ആ കോർ പ്രോസസ് എഴുതിയല്ലോ. ഇനി അതിൽ ചെയ്യേണ്ടത് സെറ്റ് യുവർ പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്സ് സെറ്റ് ചെയ്യുക. എന്താ പ്രോട്ടോടൈപ്പ്? ഇന്ന ക്യാമ്പയിൻസ് റൺ ചെയ്യുമ്പോൾ ഇത്ര ലീഡ്സ് വരും, ഇറ്റ്സ് എ പ്രോട്ടോടൈപ്പ്. ഇന്ന ലീഡ്സ് ഇത്ര ലീഡ്സ് വന്നു കഴിയുമ്പോൾ ഇത്ര പ്രസന്റേഷൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഇന്ന രീതിയിലുള്ള ക്ലോസിംഗ് വരും, ഇറ്റ്സ് എ പ്രോട്ടോടൈപ്പ്. ഇന്ന പ്രോഗ്രാം നടത്തുമ്പോൾ അതിൽ നിന്ന് ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടും, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോട്ടോടൈപ്പ്.
ഇത്ര മിനിറ്റ് ഉള്ള വീഡിയോയിൽ നിന്ന് ഇത്ര റീൽസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ പ്രോട്ടോടൈപ്പ്. സെറ്റ് യുവർ പ്രോട്ടോടൈപ്സ്. ഈ പറഞ്ഞ കോർ പ്രോസസ്സിന്റെ അകത്തൊക്കെ ചെറിയ ഈ പ്രോട്ടോടൈപ്പിന്റെ ഗുണം എന്താ? ഇത് നമുക്ക് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോയാൽ മതി. ഇഫ് യു സെറ്റ് യുവർ പ്രോട്ടോടൈപ്പ് യു ക്യാൻ റൺ യുവർ ബിസിനസ്. പ്രോട്ടോടൈപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റൺ യുവർ ബിസിനസ്. പ്രോട്ടോടൈപ്പ് സെറ്റ് ചെയ്തില്ലെങ്കിൽ ബിസിനസ് വിൽ റൺ യു. പ്രോട്ടോടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസിനെ റൺ ചെയ്യാം. പ്രോട്ടോടൈപ്പ് ഇല്ലെങ്കിൽ ബിസിനസ് നമ്മളെ ഇട്ട് ഓടിക്കും. സോ ഡു യു ഹാവ് യുവർ പ്രോട്ടോടൈപ്പ് ഇൻ യുവർ ബിസിനസ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഫൈൻഡ് യുവർ വേ. ഓരോ കോർ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ഡോക്യുമെന്റ് ചെയ്യുക, ആൻഡ് ഹാവ് എവരിവൺ ഫോളോ ദ സെയിം പ്രോസസ്. എന്താണ്? 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഐഡന്റിഫൈ ദ കോർ പ്രോസസ്. കണ്ടെത്തുക എന്തൊക്കെയാണെന്ന്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. 2, ഡോക്യുമെന്റ്. അത് ഡോക്യുമെന്റ് ചെയ്യുക. SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഡോക്യുമെന്റ് ചെയ്യണം. തലയിലിട്ട് നടന്നിട്ട് കാര്യമില്ല. എല്ലാ മീറ്റിംഗിലും ഇത് പറയേണ്ടി വരും. അതേസമയം എഴുതി കൊടുക്കുകയാണെങ്കിലോ വിട്ടു, കഴിഞ്ഞു, കല്ലിവലി, പരിപാടി കഴിഞ്ഞു. സോ ഐഡന്റിഫൈ ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക, ആൻഡ് എൻഷുർ ദാറ്റ് everyone follow the process. Everyone follow the same process. ഇതാണ് സിസ്റ്റം. കോർ പ്രോസസ് ഐഡന്റിഫൈ ചെയ്യുക, അത് ഡോക്യുമെന്റ് ചെയ്യുക, ആൻഡ് എൻഷുർ ദാറ്റ് everyone follow the same process. ഇത് സെറ്റായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ബിസിനസിന്റെ അകത്ത് ഒരു പ്രോഫിറ്റ് ജംപ്. യെസ്, എ പ്രോഫിറ്റ് ജംപ് ഇൻ യുവർ ബിസിനസ്. ഇത് സെറ്റായി കഴിയുമ്പോഴാണ് നമ്മുടെ ബിസിനസ് സെല്ലബിൾ പ്രൊഡക്റ്റ് ആയി മാറുന്നത്, ആരെങ്കിലും മേടിക്കാൻ വരുന്നത് അപ്പോഴാണ്. ഇത് സെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നോ കൺട്രോൾ ഓവർ യുവർ ബിസിനസ് ഇഫ് യു ഡോണ്ട് ഹാവ് പ്രോസസ് പ്രോട്ടോടൈപ്സ്. യു വിൽ നെവർ എൻജോയ് ട്രൂ ഫ്രീഡം ഓഫ് ആൻ ഓൺട്രപ്രണർ. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കിങ് മേക്കേഴ്സിന്റെ ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ആണിയുണ്ടേ. ഇതൊരു പറമ്പാണേ, പറമ്പ്. ഈ പറമ്പിൽ ഒത്തിരി സ്ഥലമുണ്ട്. ഇവിടെ ഒരു ആണിയുണ്ട്. ഒരു പട്ടി ഈ ആണിയുടെ പുറത്ത് വന്നിരിക്കുക, എന്നിട്ടിരുന്ന് മൂങ്ങുക, എനിക്ക് ചന്തി നോക്കുന്നേന്നും പറഞ്ഞു. എടാ, ഈ ആണിയുടെ പുറത്തൊന്ന് നീ ഇങ്ങോട്ടൊന്ന് മാറിയിരി, പ്രശ്നം തീർന്നു. അതില്ല, ഈ ആണിപ്പുറത്തേ ഇരിക്കുക, എന്നിട്ട് അവിടെ ഇരുന്ന് മൂങ്ങിക്കൊണ്ടിരിക്കുക. ഇത്രയും സ്ഥലം ഈ പറമ്പിൽ ഇരിപ്പുണ്ട്, പക്ഷെ ഈ പട്ടി ഈ ആണിപ്പുറത്തേ ഇരിക്കും, എന്നിട്ടിരുന്ന് മൂങ്ങലോടം. എനിക്ക് ടീമില്ലേ, എൻ്റെ കൂടെ ഉള്ളവർ പണിയെടുക്കുന്നില്ലേ, ഇവന്മാര് പറഞ്ഞ കേൾക്കുന്നില്ലേ, എവിടുന്നൊക്കെയോ ഞാൻ ഇപ്പോഴും ആ മോങ്ങല് കേൾക്കുന്നുണ്ട്. So don't be like a dog sitting on a nail. So if you don't follow the process, ഈ ആണിപ്പുറത്തിരിക്കുന്ന പട്ടിയ, you are not ready to change. Please get off the nail and build a system. So രണ്ട് മേജർ സ്റ്റെപ്പേ ഉള്ളൂ. There is only 2 major step in system. ഒന്ന്, നമ്മൾ ചെയ്യേണ്ട കാര്യം, document the core process. ഇതാണ് സ്റ്റെപ്പ് നമ്പർ 1. document the core process. Number 2, ensure ഈ core process they are followed by all. എല്ലാവരും ഇതനുസരിച്ച് ഈ ഡോക്യുമെന്റ് പ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. സോ ഒന്ന്, ഡോക്യുമെന്റ് ദ കോർ പ്രോസസ്. 2, എൻഷുർ ദേ ആർ ഫോളോഡ് ബൈ ഓൾ. ഒരാളല്ല, 2 പേരല്ല, എൻറ്റയർ ടീം അത് ഫോളോ ചെയ്തിരിക്കണം. ആ ഡോക്യുമെന്റും പ്രകാരമായിരിക്കണം അവിടെ പ്രവർത്തിക്കുന്നത്. റെഡി? 3 സ്റ്റേജസ് ആണ് സിസ്റ്റമൈസേഷൻ ഉള്ളത്. ഓക്കെ, 3 സ്റ്റേജസ് ഈ ഡോക്യുമെന്റേഷന്റെ അകത്ത് വരുന്ന 3 സ്റ്റേജസ് ആണ്. സ്റ്റേജ് നമ്പർ 1, ഒന്നാമത്തെ സ്റ്റേജ് 1, ഐഡന്റിഫൈ യുവർ കോർ പ്രോസസ്. ഐഡന്റിഫൈ യുവർ കോർ പ്രോസസ്സസ്. പറഞ്ഞു 3 to 7, മിനിമം 3, മാക്സിമം 7, അത്രയും കോർ പ്രോസസ് കണ്ടെത്തണം. നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അതൊക്കെ എനിക്ക് അറിയാം സാറേ, എന്തൊക്കെയാ എൻ്റെ പ്രോസസ്. നോ, അത് ഐഡന്റിഫൈ ചെയ്യണം. ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ 1 മണിക്കൂർ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇന്നിരിക്കണം, ഇരുന്ന് ചിന്തിക്കണം. എല്ലാ ലീഡേഴ്സിനെയും വിളിച്ചു കൂട്ടണം വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ്. എന്നിട്ട് അവരോട് ചോദിക്കണം എന്തൊക്കെയാണ് നമ്മളുടെ ബിസിനസ്സിലെ കോർ പ്രോസസ്സുകൾ. അപ്പൊ സെയിൽസുകാരനുണ്ടാവും, മാർക്കറ്റിംഗുകാരനുണ്ടാവും, ഓപ്പറേഷൻസിന്റെ ആളുണ്ടാവും, പ്രൊഡക്ഷൻസിന്റെ ആളുണ്ടാവും, അക്കൗണ്ട്സിന്റെ ആളുണ്ടാവും, HR-ന്റെ ആളുണ്ടാവും. വിളിച്ചിരുത്തുക, എന്തൊക്കെയാണോ നിങ്ങൾക്കുള്ളത് അവരെ വിളിച്ചിരുത്തുക. എന്നിട്ട് ചോദിക്കുക നിങ്ങളുടെ കോർ പ്രോസസ്സുകൾ ഏതൊക്കെ എഴുതിത്താ.
നിങ്ങൾ വിചാരിക്കും 5 മിനിറ്റ് കൊണ്ട് അവർ എഴുതി തരുമെന്ന്. നോ, 5 മിനിറ്റ് അല്ല 5 മണിക്കൂർ കൊടുത്താലും അവന്മാർ എഴുതി തരത്തില്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസി. സോ എന്തൊക്കെയായിരിക്കും ടിപ്പിക്കലി ഒരു ബിസിനസ്സിൽ വരുന്ന പ്രോസസ്സുകൾ? എന്തൊക്കെ ഒന്ന് എഴുതിക്കൂ. ഒന്ന്, ഒരു HR പ്രോസസ്. നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു HR പ്രോസസ് ഉണ്ടാവാം. 2, ഒരു മാർക്കറ്റിംഗ് പ്രോസസ് ഉണ്ടാവാം. ഞാൻ ഇതൊക്കെ ഉണ്ടാവാം എന്നാ പറയുന്നത്, ഉണ്ടാവണം എന്നില്ല. മാർക്കറ്റിംഗ് പ്രോസസ് ഉണ്ടാവാം, സെയിൽസ് പ്രോസസ് ഉണ്ടാവാം, ഓപ്പറേഷൻസ് പ്രോസസ് ഉണ്ടാവാം, അക്കൗണ്ടിങ് പ്രോസസ് ഉണ്ടാവാം. 6, കസ്റ്റമർ റിറ്റൻഷൻ പ്രോസസ് ഉണ്ടാവാം. 7, പ്രൊഡക്ഷൻ പ്രോസസ് ഉണ്ടാവാം. 8, പർച്ചേസിംഗ് പ്രോസസ് ഉണ്ടാവാം. 9, ഇൻവെന്ററി മാനേജ്മെന്റ് പ്രോസസ് ഉണ്ടാവാം. ഫിനാൻസ് പ്രോസസ് ഉണ്ടാവാം. ഫിനാൻസും അക്കൗണ്ട്സും രണ്ടും രണ്ടാണ്. സോ ഐഡന്റിഫൈ ഓൾ ദ കോർ പ്രോസസ് ഇൻ യുവർ ഓർഗനൈസേഷൻ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് എഴുതണം, ചിന്തിച്ച് വെച്ചിട്ട് കാര്യമില്ല. പുട്ട് ഇറ്റ് ഓൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ലാപ്ടോപ്പിലും അല്ല, പേപ്പറിൽ എഴുതണം. സിസ്റ്റം കൊണ്ടുവരുന്നത് പേപ്പറും പെന്നും ഉപയോഗിച്ചിട്ടാണ്. പേപ്പറും പെന്നും ഉപയോഗിച്ചിട്ട്. ദാറ്റ് വിൽ ഗിവ് യു ക്ലാരിറ്റി. ലാപ്ടോപ്പിൽ അടിച്ച് കയറ്റുന്നതും പേന എടുത്ത് വെച്ച് എഴുതുന്നതും രണ്ടും രണ്ട് ഇമ്പാക്റ്റാണ്. ഞാനിപ്പോ ഇവിടെ ഈ എഴുതി കാണിച്ച് പഠിപ്പിക്കുന്നതും ഇതേ കാര്യം സ്ലൈഡ് ഇട്ട് കാണിച്ച് പഠിപ്പിക്കുന്നതും രണ്ടും രണ്ട് ഇമ്പാക്റ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ എഴുതുന്നതും ലാപ്ടോപ്പിലേക്ക് വർക്കൗട്ട് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. എഴുതണം. റിമാർക്കബിൾ പോലുള്ള, ഇനി ഡിജിറ്റലേ ഉപയോഗിക്കുമെങ്കിൽ റിമാർക്കബിൾ പോലുള്ള റൈറ്റിംഗ് പാഡ് മേടിച്ചു, ഇല്ല പേപ്പറും പേനായും എടുക്കുക. എന്നിട്ട് മേക്ക് ഇറ്റ് ഓൺ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഐഡന്റിഫൈ ഈച്ച് കോർ പ്രോസസ്. ആ പ്രോസസ്സിന്റെ നേരെ ഓരോന്നിനും പേരെഴുതണം. സെയിൽസ് പ്രോസസ് ആകാം, അക്കൗണ്ട്സ് പ്രോസസ് ആകാം, അതിന് പേരെഴുതണം. ഒരു കാര്യം ഉറപ്പുവരുത്തണം, എൻഷുർ ദാറ്റ് ദ എൻറ്റയർ ടീം ഈസ് കോളിംഗ് ദ സെയിം നെയിം. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ പറഞ്ഞാലും അഖില് പറഞ്ഞാലും ഷമീർ പറഞ്ഞാലും അതിന്റെ പേര് സെയിൽസ് പ്രോസസ് എന്ന് തന്നെ ആയിരിക്കണം. സെയിം നെയിം ആയിരിക്കണം എൻറ്റയർ ടീം അതിനെ വിളിക്കുന്നത്. സോ ഐഡന്റിഫൈ യുവർ കോർ പ്രോസസ്. നമ്പർ 1, അതിന് പേര് ഇടുക. സ്റ്റേജ് 2, ഡോക്യുമെന്റ് ഈച്ച് ഓഫ് ദ കോർ പ്രോസസ്. ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. 2, ഡോക്യുമെന്റ് ഈച്ച് ഓഫ് കോർ പ്രോസസ്സസ്. കോർ പ്രോസസ് എല്ലാം ഡോക്യുമെന്റ് ചെയ്യാം. ഇത് എഴുതുന്ന ആരാ? ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് ആണ് ഈ കോർ പ്രോസസ് ഉണ്ടാക്കുന്നത്. എന്റെ ഡിസൈൻ ടീമിനെ അറിയൂ അവരെന്താ ചെയ്യുന്നതെന്ന്. എന്റെ സെയിൽസ് കോൾ എടുക്കുന്നവൾക്കേ അറിയൂ, ചാന്ദിനിക്കേ അറിയൂ അവരെന്തൊക്കെയാണ് അവരുടെ പ്രോസസ്സിൽ ചെയ്യുന്നത്. എന്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുന്നവനെ അറിയൂ എന്തൊക്കെയാണ് അവൻ ചെയ്യുന്ന പ്രോസസ്സുകളെന്ന്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ സാധനം എഴുതിക്കുന്നത് അവരെ കൊണ്ടായിരിക്കണം. ആരാണോ ചെയ്യുന്നത് അവരെ കൊണ്ടായിരിക്കണം അത് ഡോക്യുമെന്റ് ചെയ്യിപ്പിക്കേണ്ടത്. മനസ്സിലാവുന്നോ? ഷെജീർ അല്ല സാധനം ഇറക്കി കൊണ്ടുവന്ന് അടുക്കി വെക്കുന്നത്. ആ ഇറക്കി കൊണ്ടുവന്ന് അടുക്കി വെക്കുന്നവനോട് വേണം ചോദിക്കാൻ, എന്തൊക്കെയാണ് നീ ഒരു ദിവസം ഇവിടെ ചെയ്യുന്നത്? ആ വരുന്ന സ്റ്റോക്കിൽ നീ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അത് അവനെ അറിയൂ. മറ്റേ നമ്മളുടെ അസംഷൻ ആണ്, ഊഹം. യു അസ്യൂം. നെവർ എവർ അസ്യൂം ഇൻ യുവർ ബിസിനസ്. എന്താണ് അസ്യൂം? മേക്കിംഗ് ആസ് ഓഫ് യു ആൻഡ് മീ. എന്നെ നിന്നെയും കഴുതയാക്കുകയാണ്. സോ ഡോണ്ട് അസ്യൂം. സോ ഫങ്ഷണൽ ലീഡേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനോട് ചോദിക്കുക എന്തൊക്കെയാണ് ആ പ്രോസസ്സുകൾ എന്ന്. അവിടെ 80-20 പ്രിൻസിപ്പിൾ നോക്കിക്കോണം. എൻറ്റയർ പ്രോസസ്സിനെ ഡോക്യുമെന്റ് ചെയ്യാൻ നിൽക്കരുത്. കോർ 20% മാത്രം ഡോക്യുമെന്റ് ചെയ്താൽ മതി. എൻറ്റയർ 100%നെ ഡോക്യുമെന്റ് ചെയ്യാൻ നിൽക്കരുത്. അതിലെ കോർ 20% മാത്രം ഡോക്യുമെന്റ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇത് ഇത്രയും കാണും, മറ്റേതോ ഇത്രയും കാണും. കോർ 20% എഴുതിക്കോ. ഡോക്യുമെന്റ് 20% ദാറ്റ് പ്രൊഡ്യൂസ് 80% ഓഫ് ദ റിസൾട്ട്. എന്താ ഡോക്യുമെന്റ് ചെയ്യേണ്ടത്? ഡോക്യുമെന്റ് 20% ഓഫ് ദ പ്രോസസ് ദാറ്റ് പ്രൊഡ്യൂസ് 80% ഓഫ് ദ റിസൾട്ട്. അതാണ് ഡോക്യുമെന്റ് ചെയ്യേണ്ടത്. അല്ലാതെ 100% സാധനം ഡോക്യുമെന്റ് ചെയ്ത് സമയം പാഴാക്കരുത്. നടക്കത്തില്ല. നിങ്ങൾ ഫെഡപ്പ് ആയി പോവും. നിങ്ങൾ സിസ്റ്റം അവിടെ ഉപേക്ഷിക്കും. എന്തുകൊണ്ട് സിസ്റ്റം വേണമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുന്നവർ പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ 100% ഡോക്യുമെന്റേഷനിലേക്ക് പോകും, ബോറടിക്കും. അതേസമയം കോർ പ്രോസസ് 20% മാത്രം എടുത്ത് ഡോക്യുമെന്റ് ചെയ്യുകയാണെങ്കിൽ പൊളി സംഭവമായിരിക്കും. സ്റ്റേജ് 3. അപ്പം ആദ്യത്തെ എന്തായിരുന്നു? ഐഡന്റിഫൈ ചെയ്തു. രണ്ടാമത്തെ എന്താ? ഡോക്യുമെന്റ് ചെയ്തു. മൂന്നാമത്തേതാണ് പാക്കേജ് ഇറ്റ്. ഇതിനെ ഓരോ സംഭവത്തിനെ പാക്കേജ് ആക്കുക. എന്താണ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് വരുന്ന എല്ലാം കൂടെ ചേർത്തിട്ട് സെയിൽസ് പ്രോസസ്സായി. മാർക്കറ്റിങ്ങിന്റെ അകത്ത് വരുന്ന എല്ലാം കൂടെ ചേർത്തിട്ട് മാർക്കറ്റിംഗ് പ്രോസസ്സായി. അക്കൗണ്ട്സിൽ വരുന്ന എല്ലാം കൂടെ ചേർത്തിട്ട് ഏതെങ്കിലും എല്ലാം കൂടെ 20% ഇതങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ അക്കൗണ്ട്സ് പ്രോസസ് ആവുന്നു. അതിനെ പാക്കേജ് ആക്കുക.
എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു ബുക്ക് പോലെ ഫയല് പോലെ ആക്കുക. ഈ ഫയലിന്റെ അകത്ത് ഇത് പോട്ട് അങ്ങോട്ട് എഴുതുക, ദ കിങ് മേക്കർ, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേര്, ലോഗോ, പടം ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് താഴെ അങ്ങോട്ട് എഴുതുകയാണ് യുവർ SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തൊട്ട് അവർക്ക് ഓരോന്നും നമ്മളുടെ ബിസിനസിന്റെ അകത്ത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, ഇത് വിഷണറി പറയുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മളുടെ ബിസിനസിന്റെ അകത്തെ കോർ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഓരോ കോർ പ്രോസസ്സുകൾ എടുക്കുന്നു, അതിൻ്റെ അകത്ത് വരുന്ന സബ് ഡോക്യുമെന്റേഷൻ എന്തൊക്കെയാണ്, അത് മുഴുവൻ എഴുതി ഇതിൻ്റെ അകത്തേക്ക് വെച്ച് ഇതൊരു ഫയലാക്കി മാറ്റുന്നു. ഇനി എന്താണ് ബിസിനസ്? എൻ്റെ തലയ്ക്കകത്തല്ല ബിസിനസ്, ഈ ഫയലിൻ്റെ അകത്താണ്. എൻ്റെ കോർ ബിസിനസ് ഇതിലാണ്. ഏതൊരാൾ വന്നാലും അവൻ ഇതെടുത്ത് നോക്കാം. പുതിയൊരു സ്റ്റാഫ് വരികയാണ്, അവന് നോക്കാം, ഓക്കെ ഇന്നതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്, ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ, ഓക്കെ 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 ഇന്നതാണ്, ദിസ് ഈസ് വാട്ട് ഐ എം സപ്പോസ് ടു ഡു, ഓക്കെ ഇതാണ് കമ്പനിയുടെ കോർ വാല്യൂസ്, കോർ ഫോക്കസ് ഇതാണ്, ഓക്കെ വെരി ഗുഡ്, ഇന്നതാണ്. അപ്പം എനിക്ക് സ്റ്റോക്ക് വന്നു, ഓക്കെ ലോഡ് വന്നിരിക്കുന്നു, ലോഡ് വന്ന് എന്തൊക്കെയാണ് നോക്കണ്ടേ, ആ മുതലാളി ഇവിടെ ഇല്ല, ഇവന് പറഞ്ഞു കൊടുക്കുക, ഇവൻ എടുക്കുകയാണ്, ഓക്കെ 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 സ്റ്റോക്ക് വന്നല്ലേ, ഓപ്പറേഷൻസ്, ഓക്കെ 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 മോനെടാ ഒന്ന് അതിന്റെ ബോക്സ് എത്ര എണ്ണം ഉണ്ടോന്ന് നോക്കി പറഞ്ഞേ, കാരണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോക്സിന്റെ എണ്ണം നോക്കണം. അത് എല്ലാം ഓക്കെ ആണല്ലോ. എന്തെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്ക്, ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം, ഇല്ല ഒന്നുമില്ല സർ, ഓക്കെ ഗുഡ്. ഇനി ആ ബില്ലും ഇതും കൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തേ, ഓക്കെ ശരി. ഇനി ഒരു കാര്യം ചെയ്യ്, അവൻ ലോഗ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കേ, ഓക്കെ ഉണ്ട് സർ, ഓക്കെ എടുത്തേ. ഇനി അവന് സ്റ്റാമ്പ് ചെയ്ത് സീൽ ചെയ്ത് കൊടുത്തേരെ കേട്ടോ, അവന് ഗേറ്റ് പാസ് കൊടുത്തേരെ, സാധനം ഇറക്കിയിട്ട് പോകാനുള്ള ഗേറ്റ് പാസ്, ഓക്കെ ഗുഡ് കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഇവൻ അപ്പ വിളിക്കും, ഷജീർ സാറേ ലോഡ് വന്നായിരുന്നു, ഞാൻ എന്തുവാ ചെയ്യണ്ട സാറേ? ഇപ്പൊ ഷജീർ സാർ ഫോൺ ഇവിടെ വേറെ പണി ചെയ്തോണ്ടിരിക്കുക, ആ കൂട്ടത്തിൽ ഇവിടെ എടാ അതെ നീ സ്റ്റോക്ക് എല്ലാം ഉണ്ടോ എന്ന് നോക്കിക്കേ, അത് കഴിഞ്ഞ് അതിന് എന്തെങ്കിലും പൊട്ടലുണ്ടോ എന്ന് നോക്കി, അത് കഴിഞ്ഞ് അതെല്ലാം എമൗണ്ടും നമ്പറും ഇതും കൂടെ ക്രോസ് ചെക്ക് ചെയ്ത്, ഓക്കെ ഇനി മണിക്കൂറുകളാ ഡു ഓവർ, ഇതാ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കോള് വരുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ പ്രോസസ്സ് സെറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഓഫീസിൽ നിന്ന് എന്നെ ആരും വിളിക്കാറില്ല, ആകെ എനിക്ക് എൻ്റെ ഫിനാൻസിന്റെ അപ്ഡേറ്റ് തരാൻ വേണ്ടി ഗ്രീഷ്മ വിളിക്കും, എൻ്റെ സെയിൽസിന്റെ അപ്ഡേറ്റ് തരാൻ വേണ്ടി അഖിൽ വിളിക്കും. വിളിക്കുന്നതല്ല മെസ്സേജ് അയക്കും, ഞാനാ ഇവരെ അങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യും. എന്നെ എൻ്റെ ഓഫീസിൽ നിന്നോ എൻ്റെ കസ്റ്റമേഴ്സോ എൻ്റെ സ്റ്റുഡൻസോ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, ആരെങ്കിലും എന്നെ ഒന്ന് തിരക്കിയായിരുന്നെങ്കിൽ. ആരും തിരക്കുന്നില്ല, ആരും ഇല്ല, ആർക്കും എന്നെ വേണ്ട. കാരണം എന്നെ എൻ്റെ ബിസിനസ്സിന് പോലും ആവശ്യമില്ല. ആകെ തിരക്കുന്ന രാവിലെ ഇവിടെ ഈ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഈ പഠിപ്പിക്കുന്ന 10-13 അസറ്റുകൾ, ഇത് എന്ന് വരെ ബിസിനസ് ഉണ്ടോ അന്നെല്ലാം ഇത് ആവശ്യമുള്ളത്. അതുകൊണ്ട് ഞാൻ എടുക്കുന്ന ടോപ്പിക്കുകളെല്ലാം അന്നത്തെ കാര്യം വെച്ചിട്ടല്ല, ഞാൻ എടുക്കുന്ന എല്ലാ ടോപ്പിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആണ്, എക്കാലവും ഉപയോഗിക്കാൻ പറ്റുന്ന എവർ ലാസ്റ്റിംഗ് ടോപ്പിക്കാണ്. എംപ്ലോയി മാനേജ്മെന്റ് സീക്രട്ട് എവർ ലാസ്റ്റിംഗ് ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്, അതിൻ്റെ അപ്പുറത്തോട്ടൊന്നില്ല. എന്തിനു വേണ്ടിയിട്ടാ? ഇത് നിങ്ങളുടെ മുന്നിൽ ഇതാക്കാനും നിങ്ങളെ അങ്ങ് നന്നാക്കി എടുക്കാനും അല്ല, എൻ്റെ ബിസിനസ്സിലേക്കുള്ള അസറ്റാണ് ഞാൻ ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിരിക്കണം, ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. സോ ഈ ഒരു കഷ്ണം പേപ്പറിൽ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റിലേക്ക് മാറ്റാൻ പറ്റണം ബിസിനസ്സിനെ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൺസ് ഇത് സെറ്റായി കഴിഞ്ഞാൽ then our duty is to retrain our team. എന്താണ്? വീണ്ടും 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 ഇതിന്റെ ട്രെയിനിങ് കൊടുത്തോണ്ടേയിരിക്കുക, ഇതാണ് നമ്മുടെ ജോലി. വൺസ് SOP സെറ്റായി കഴിഞ്ഞാൽ റീട്രെയിൻ യുവർ ടീം. സോ ഒന്നുകൂടെ ഞാനൊന്ന് എഴുതി കാണിക്കാം. ആദ്യം ചെയ്യേണ്ടത് ഐഡന്റിഫൈ ചെയ്യുക, എൻ്റെ കൂടെ ഇത് വരച്ചു, ഐഡന്റിഫൈ ചെയ്യുക എന്തൊക്കെയാണ് നമ്മളുടെ കോർ പ്രോസസ് എന്നുള്ളത്. ഈ സാധനത്തിനെ വൺസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് ചെയ്യുക, അത് ഡോക്യുമെന്റഡ് ആക്കുക. വൺസ് ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് അതിനെ പാക്കേജ് ആക്കുക. അപ്പൊ ഇതെന്തായി? 3 സ്റ്റെപ്പ് ഓഫ് ഡോക്യുമെന്റേഷൻ. ഇതാണ് 3 സ്റ്റെപ്പ് ഓഫ് ഡോക്യുമെന്റേഷൻ. കോർ പ്രോസസ് ഐഡന്റിഫൈ ചെയ്യുന്നു, കോർ പ്രോസസ് ഡോക്യുമെന്റ് ചെയ്യുന്നു, കോർ പ്രോസസ്സുകൾ പാക്കേജ് ആക്കുന്നു. ഇതാണ് ഡോക്യുമെന്റേഷന്റെ 3 സ്റ്റെപ്പ്. വൺസ് ഇത് സെറ്റായി കഴിഞ്ഞാൽ then
goes to our system. എന്തിലേക്ക് പോകുന്നു? ആദ്യം ഇതിന്റെ ട്രെയിനിങ് കൊടുക്കണം. ഇതാണ് നമ്പർ 1. യു ഹാവ് ടു ട്രെയിൻ യുവർ ടീം. ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം പോരാ. നമ്പർ 2 ഈസ് യു ഹാവ് ടു മെഷർ ഹൗ ദേ ആർ ഡൂയിങ്. മെഷർ ചെയ്യണം. അവര് ആ സിസ്റ്റത്തിൽ കൂടി തന്നെയാണോ പോകുന്നത്, അതേ പ്രോസസ്സ് അവർ എല്ലാവരും ഒരുപോലെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. യു ഹാവ് ടു മെഷർ. നമ്പർ 3, അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ കിട്ടും. യു ഹാവ് ടു നമ്പർ 3 യു ഹാവ് ടു മാനേജ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർ ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. ഈ സിസ്റ്റം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ശ്രദ്ധിച്ചു, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ഇങ്ങോട്ട് നോക്കി, ഒന്നുകൂടെ പറയുന്നു. ഐഡന്റിഫൈ ചെയ്യുന്നു, ഡോക്യുമെന്റ് ചെയ്യുന്നു, പാക്കേജ് ആക്കുന്നു. ഇപ്പൊ നമ്മുടെ ബുക്ക്ലെറ്റ് റെഡിയായി. നമ്മുടെ എൻറ്റയർ കോർ പ്രോസസ്സുകൾ സിസ്റ്റമായി, SOP ആയി മാറി. ഇനി ചെയ്യേണ്ടത് ടീമിനെ ട്രെയിൻ ചെയ്യുന്നു, അവരത് ഫോളോ ചെയ്യുന്നു, ഒന്ന് മെഷർ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരെങ്കിലും ഉഴപ്പ് വരുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നു, കൃത്യമായി അവരെ പഠിപ്പിച്ചെടുക്കുന്നു. നമ്മൾ ഇതിങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ച ബ്യൂട്ടിഫിക്കേഷൻ, ഒപ്റ്റിമൈസേഷൻ, ഡ്യൂപ്ലിക്കേഷൻ, ഇതെല്ലാം ഇതിൽ കോമ്പിനേഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പീരിയോഡിക്കായിട്ട് ക്വാർട്ടർലി എങ്കിലും നമ്മളൊന്ന് നോക്കണം, ഈ പ്രോസസ്സിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ. അതാണ് 4-മത്തെ. അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ. അപ്ഡേറ്റ് ചെയ്യുക, വീണ്ടും ട്രെയിൻ ചെയ്യുക, വീണ്ടും മെഷർ ചെയ്യുക, വീണ്ടും മാനേജ് ചെയ്യുക, വീണ്ടും അപ്ഡേറ്റ് ചെയ്യുക, വീണ്ടും ട്രെയിൻ ചെയ്യുക, വീണ്ടും മെഷർ ചെയ്യുക, വീണ്ടും മാനേജ്, വീണ്ടും അപ്ഡേറ്റ് ചെയ്യുക, ട്രെയിൻ, മെഷർ, മാനേജ്, അപ്ഡേറ്റ്, ട്രെയിൻ, മെഷർ, മാനേജ്, അപ്ഡേറ്റ്. This is how you have to set system in your business. Core process identify ചെയ്യുന്നു, അത് ഡോക്യുമെന്റ് ചെയ്യുന്നു, അത് പാക്കേജ് ചെയ്യുന്നു. Now your core business document is set. Once it is set, start training. ഈ ട്രെയിനിങ് കൊടുക്കുന്നു, അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യുന്നു, എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നു, അപ്ഡേഷൻസ് കൃത്യമായി വരുത്തിക്കൊണ്ടിരിക്കുന്നു, വീണ്ടും ട്രെയിൻ ചെയ്യുന്നു, വീണ്ടും മെഷർ ചെയ്യുന്നു, വീണ്ടും മാനേജ് ചെയ്യുന്നു, വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നു, ആൻഡ് കീപ് ഓൺ റിപ്പീറ്റ്. അപ്ഡേഷൻ മാൻഡേറ്ററി അല്ല. ഈ അപ്ഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിമൈസേഷൻ. വാട്ട് ഈസ് അപ്ഡേഷൻ? ഒപ്റ്റിമൈസേഷനിൽ കൂടി കിട്ടുന്ന ചില പൊൻതൂവലുകൾ, ചില ജംസ്, അത് അപ്ഡേറ്റ് ചെയ്യണം, അത് ട്രെയിൻ ചെയ്യണം. ഒരു തവണ ഇത് സെറ്റ് ചെയ്ത് അവരെ പഠിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് അവരങ്ങ് ചെയ്തോളും എന്ന് അസ്യൂം ചെയ്യല്ലേ. People will do only those things which you നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് മാത്രമേ അവൻ ചെയ്യൂ. നമ്മൾ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യത്തില്ല, നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് മാത്രമേ അവർ ചെയ്യൂ. സോ കീപ് ഓൺ ഒബ്സർവിങ് യുവർ ടീം. ഇവിടെ ചിലരുണ്ട്, ബിസിനസ് ഒക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് ടീമിനെ ഏൽപ്പിച്ചിട്ട് എനിക്കൊന്ന് പുറത്തു പോകണം സാർ, എനിക്ക് ബിസിനസ് റൺ ചെയ്യാൻ വയ്യ. പറ്റും. 100 കോടി വരെ ബിസിനസ് എത്തിക്കുന്നിടം വരെ അനങ്ങിപ്പോരുത് ഈ ബിസിനസ് ചെയ്ത്. അൺടിൽ യുവർ ബിസിനസ് ടേൺസ് 100 crore. ഇതുവരെ ഒരു സിഇഒയും വേണ്ട കമ്പനിയിൽ, ഒരു CFOയും വേണ്ട. ഇതെല്ലാം നമ്മൾ തന്നെയാണ്. കാരണം വിഷനറിക്ക് മാത്രമേ ഇതൊക്കെ അറിയൂ. അപ്പോ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണോ? നോ. വിഷനറി ഉണ്ടാകും. വിഷനറിക്ക് താഴെ 3 മേജർ പില്ലേഴ്സിലായിരിക്കും നമ്മളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുന്നത്. 1 സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, 2 ഫിനാൻസ്, 3 ഓപ്പറേഷൻസ്. ഈ 3 പില്ലേഴ്സിലായിരിക്കണം നമ്മുടെ ബിസിനസ് വളരുന്നത്. 1 സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫിനാൻസ് ആൻഡ് ഓപ്പറേഷൻസ്. ഈ 3 ഡിപ്പാർട്ട്മെന്റിനെ ലീഡ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് ഫങ്ഷണൽ ഹെഡ്സ്. ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന് ഒരു ഹെഡ്, ഫിനാൻസിന് ഒരു ഹെഡ്, ഓപ്പറേഷൻസിന് ഒരു ഹെഡ്. ഈ 3 പേരെ മാനേജ് ചെയ്യുന്നതാണോ വിഷണറിയുടെ ജോലി? നോ. ഈ 3 പേര് തമ്മിലുള്ള ബന്ധങ്ങൾ ഉറപ്പുവരുത്താനും ഈ 3 പേര് തമ്മിലുള്ള പല ഫ്രിക്ഷൻസ് ഉണ്ടാവും. ഇതൊക്കെ കോംപ്രമൈസ് ചെയ്തു കൊടുക്കാനും ഇവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഉള്ള ആളിന്റെ പേരാണ് ഇന്റഗ്രേറ്റർ. നരേന്ദ്രമോദിയുടെ ഇന്റഗ്രേറ്റർ അമിത്ഷാ, പിണറായി വിജയന്റെ ഇന്റഗ്രേറ്റർ ഗോവിന്ദ മാഷ്, വോൾട്ട് ഡിസ്നിയുടെ ഇന്റഗ്രേറ്റർ റോയ് ഡിസ്നി. ഏത് വലിയ വിഷണറിക്കും അവര് വിഷണറി ആയിട്ടുള്ളത് അവർക്കൊപ്പം ഒരു ഇന്റഗ്രേറ്റർ ഉള്ളപ്പോഴാണ്. ഈ ഇന്റഗ്രേറ്റർ
നമ്മൾ കണ്ടെത്തുന്നതല്ല, ഇവർ നമ്മളെ തേടി വരുന്നതാണ്. അവരെപ്പോഴാണ് നമ്മളെ തേടി വരുന്നത്? വെൻ യു ഹാവ് എ സ്ട്രോങ് വിഷൻ. ഒരു സ്ട്രോങ് വിഷൻ ഉള്ളപ്പോൾ പ്രകൃതി നമുക്ക് പറഞ്ഞു വിട്ടു തരുന്നതാണ് ഇന്റഗ്രേറ്ററെ. പ്രകൃതി പറഞ്ഞയച്ചു തരും ആ വിഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ. സോ വിഷൻ സെറ്റ് ചെയ്യുന്നത് വിഷനറി, വിഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇന്റഗ്രേറ്റർ. ഡേ ടു ഡേ ബിസിനസ് റൺ ചെയ്യുന്നത് ഇന്റഗ്രേറ്റർ. ഇന്റഗ്രേറ്റർക്ക് ഏത് പേരിട്ട് വേണേലും നിങ്ങൾക്ക് വിളിക്കാം. മാനേജർ ആകാം, GM ആകാം, അക്കൗണ്ട്സ് ഹെഡ് ആകാം, വൈസ് പ്രസിഡന്റ് ആകാം. ഒരു പേരില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പേരും വേണ്ട. ആൻഡ് ദീസ് ഫങ്ഷണൽ ഹെഡ്സ്, ഇവരാണ് ഈ SOP ഉറപ്പുവരുത്തേണ്ടത്, ഇന്റഗ്രേറ്റർ അല്ല. ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ അകത്ത് SOP നടക്കുന്നുണ്ടെന്നും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്നും അത് മെഷർ ചെയ്യുന്നുണ്ടെന്നും അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നും ഉറപ്പുവരുത്തേണ്ടത് ഈ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ്, ലീഡർ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് SOP കറക്റ്റായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഫിനാൻസ് ഹെഡ്. ഓപ്പറേഷൻസിന്റെ അകത്ത് നടക്കുന്നതെല്ലാം ഉറപ്പുവരുത്തേണ്ടത് ഓപ്പറേഷൻസ് ഹെഡ്. ഈ 3 ഡിപ്പാർട്ട്മെന്റിലും ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് നോക്കുന്നയാളാണ് ഇന്റഗ്രേറ്റർ, വിഷണറി അല്ല ഇന്റഗ്രേറ്റർ. ഇന്റഗ്രേറ്റർ എന്ന് പറയുന്നത് നല്ല വിവരമുള്ളവനായിരിക്കും, നല്ല കഴിവുള്ളവനായിരിക്കും, നല്ല വിദ്യാഭ്യാസം ഉള്ളവൻ, നല്ല ഇൻഡസ്ട്രി എക്സ്പേർട്ട് ആയിരിക്കും. അവനെ ഈ സിസ്റ്റം ഇല്ലാത്തടത്തോട്ട് വരത്തില്ല. ഈ സാധനമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വരുന്നത്? ഇന്റഗ്രേറ്റർ വരുന്നത്. അല്ലാതെ ഇതുണ്ടാക്കി തരാൻ ഇന്റഗ്രേറ്റർ വരത്തില്ല കേട്ടോ. കാരണം അവന് ഇതൊക്കെ ഉള്ള കമ്പനികൾ എന്ത് കൊടുത്തും അവനെ കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുക. അവനെന്താ തലയ്ക്ക് സ്ഥിരത ഇല്ലയോ വന്ന് ഈ അവിയൽ പരുവത്തിൽ കിടക്കുന്നതിന്റെ അകത്തോട്ട് കയറാൻ, ഈ തലവേദന എടുത്ത് വെക്കാൻ? അവര് വരില്ല. പക്ഷെ ഇതില്ലാതെ ഒന്നും നടക്കില്ല. സോ 13 ബിസിനസ് അസറ്റാണ്. അതിലൊന്ന് യൂട്ടിലൈസേഷൻ, 2 റിപ്പിറ്റേഷൻ, ബ്യൂട്ടിഫിക്കേഷൻ, ഒപ്റ്റിമൈസേഷൻ, എക്സ്പാൻഷൻ, ഡ്യൂപ്ലിക്കേഷൻ, കോമ്പിനേഷൻ, ഡോക്യുമെന്റേഷൻ, ഓട്ടോമേഷൻ ആൻഡ് സിസ്റ്റമൈസേഷൻ. 10. കൊച്ചിയിൽ 28-ാം തീയതി വരാനായിട്ടിരിക്കുന്നവരോടും ദുബൈയിൽ 31-ാം തീയതി വരാനിരിക്കുന്നവരോടും ഒരു 1 ഡേ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാവരുത് നിങ്ങൾ കൊച്ചിയിലേക്കും ദുബൈയിലേക്കും വരുന്നത്. എൻ്റെ ഒപ്പമുള്ള ഒരു ലോങ് ജേണിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ നടപ്പാക്കാൻ നിങ്ങൾക്കൊരു മെൻറ്റർ കൂടിയേ തീരൂ. അങ്ങനെ ഒരു മെൻറ്റർ ഇന്ന് മലയാളത്തിൽ മറ്റൊരാളില്ല. അതുകൊണ്ട് ഈ കൈക്ക് പിടിച്ച് കൂടെ നടക്കാനായിട്ടായിരിക്കണം കൊച്ചിയിലേക്കും ദുബൈയിലേക്കും എത്തുന്നത്. വെൽക്കം ടു കിങ്സ് ക്ലബ്. ഞാനൊരു 1 ഡേ പ്രോഗ്രാം അല്ല നടത്തുന്നത്. കിങ്സ് ക്ലബിലേക്കുള്ള എൻട്രി എന്തുകൊണ്ട് നിങ്ങൾ എടുക്കണം എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനൊരു 1 ഡേ പ്രോഗ്രാം നടത്തുന്നത്. സോ വൺസ് അഗെയിൻ congratulations for taking that right decision to be with this team. ഇതിലുള്ള ആയിരക്കണക്കിന് പേരോട്, 17 രാജ്യങ്ങളിലുള്ളവർ കിങ്സ് ക്ലബിലുണ്ട്. ആരോട് വേണേലും നിങ്ങൾക്ക് ചോദിക്കാം അവർക്കുണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ളത്. കഴിഞ്ഞ 3/4 മണിക്കൂർ എൻ്റെ കൂടെ ഇരുന്നപ്പം നിങ്ങളിലുണ്ടായ മാറ്റം എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്കിൽ 1 കൊല്ലം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ബാക്കി ചരിത്രം. അപ്പൊ ശരി, കൊച്ചിയിൽ കാണാം, അല്ലെ ദുബായ് കാണാം. താങ്ക് യു. Take care. Bye and love you all.